നോളജ് ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ്. 2021 ജനുവരി 3 ഇന്ത്യയിൽ ഏതൊക്കെ കോവിഡ് വാക്സിനുകൾക്കാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ അനുമതി ലഭിച്ചത്? കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾക്ക് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കോവിഷീൽഡ്, അതുപോലെ ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ അനുമതി ലഭിച്ചത്. 2021 ജനുവരി 3 ഇന്ത്യയിൽ ഏതൊക്കെ കോവിഡ് വാക്സിനുകൾക്കാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ അനുമതി ലഭിച്ചത്? സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കോവിഷീൽഡ്, ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ്. സൗരോർജം കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വരുന്ന 3 വർഷത്തിനകം സംസ്ഥാനത്ത് KSEBയുടെ നേതൃത്വത്തിൽ 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സൗരോർജ പദ്ധതി. സൗരോർജം കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വരുന്ന 3 വർഷത്തിനകം സംസ്ഥാനത്ത് KSEBയുടെ നേതൃത്വത്തിൽ 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സൗരോർജ പദ്ധതി. ആഗോളതാപനം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി ഊർജ സുരക്ഷ ഉറപ്പാക്കാൻ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമായതിനാലാണ് KSEB സൗര പദ്ധതികൾക്ക് തുടക്കമിട്ടത്. ഇതിൽ 500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പുറപ്പുര സൗരോർജ പദ്ധതി പ്രകാരമാണ്. അടുത്തിടെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ടൗബൽ മൾട്ടിപർപ്പസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? മണിപ്പൂർ, ഇംഫാലിൽ. മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിലാണ് അടുത്തിടെ ടൗബൽ മൾട്ടിപർപ്പസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇത് 35,104 ഹെക്ടർ ജലസേചനം നടത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ്. ലോക ബ്രെയിലി ദിനം അല്ലെങ്കിൽ വേൾഡ് ബ്രെയിലി ഡേ ജനുവരി 4, 2021. ലോക ബ്രെയിലി ദിനം അല്ലെങ്കിൽ വേൾഡ് ബ്രെയിലി ഡേ ജനുവരി 4, 2021. നമ്മുടെ സമൂഹത്തിൽ അന്ധരോ കാഴ്ച വൈകല്യമുള്ളവർക്കോ ക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള അവസരമാണ് ലോക ബ്രെയിലി ദിനം. കാഴ്ച വൈകല്യമുള്ളവരോ അന്ധരോ ആയ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രചനാരീതിയാണ് ബ്രെയിലി മെത്തേഡ്. 2021 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന വ്യക്തി ബൂട്ടാ സിംഗ്. രാജീവ് ഗാന്ധി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. 2021 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന വ്യക്തി ബൂട്ടാ സിംഗ്. അടുത്തിടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചത് അലക്സ് താളുപ്പാടം. അടുത്തിടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചത് അലക്സ് താളുപ്പാടം. പ്രശസ്ത ചവിട്ടുനാടക നടനും പരിശീലകനുമാണ് അലക്സ് താളുപ്പാടം. അടുത്തിടെ കേരള പോലീസിൽ നിന്നും വിരമിച്ച വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ച പോലീസ് ഓഫീസർ SP KG സൈമൺ. അടുത്തിടെ കേരള പോലീസിൽ നിന്നും വിരമിച്ച വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ച പോലീസ് ഓഫീസർ SP KG സൈമൺ. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു പോലീസ് ഓഫീസർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അന്വേഷണ മികവിനുമുള്ള അവാർഡ് ലഭിക്കുന്നത്. 2020 ഡിസംബറിലെ റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപന പ്രകാരം കാലഹരണപ്പെടുന്ന മോട്ടോർ വാഹന രേഖകളുടെ സാധുത ഏത് തീയതി വരെയാണ് നീട്ടിയിരിക്കുന്നത്? 2021 മാർച്ച് 31 വരെയാണ് നീട്ടിയിരിക്കുന്നത്. 2020 ഡിസംബറിലെ റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപന പ്രകാരം കാലഹരണപ്പെടുന്ന മോട്ടോർ വാഹന രേഖകളുടെ സാധുത ഏത് തീയതി വരെയാണ് നീട്ടിയിരിക്കുന്നത്? 2021 മാർച്ച് 31 വരെ. നിലവിലെ റോഡ് ഗതാഗത ദേശീയപാത മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. PMAY ലൈഫ് പദ്ധതി നിർവഹണത്തിലെ മികവിനുള്ള കേന്ദ്ര പുരസ്കാരം അടുത്തിടെ ലഭിച്ച കേരളത്തിലെ നഗരസഭ മുക്കം നഗരസഭ കോഴിക്കോട്.
PMAY ലൈഫ് പദ്ധതി നിർവഹണത്തിലെ മികവിനുള്ള കേന്ദ്ര പുരസ്കാരം അടുത്തിടെ ലഭിച്ച നഗരസഭ മുക്കം നഗരസഭ കോഴിക്കോട്. അടുത്തിടെ ഇന്ത്യൻ ഓയിലിന്റെ റിഫൈനറി ഗ്യാസ് ടർബൈനുകളുടെ റിമോട്ട് മോണിറ്ററിംഗ് ആൻഡ് ഓപ്പറേഷൻ സെന്റർ ആരംഭിച്ചതെവിടെ? ഹൈദരാബാദ്. അടുത്തിടെ ഇന്ത്യൻ ഓയിലിന്റെ റിഫൈനറി ഗ്യാസ് ടർബൈനുകളുടെ റിമോട്ട് മോണിറ്ററിംഗ് ആൻഡ് ഓപ്പറേഷൻ സെന്റർ ആരംഭിച്ചതെവിടെ? ഹൈദരാബാദ്. തെലങ്കാനയുടെ തലസ്ഥാനമാണ് ഹൈദരാബാദ്. ആന്ധ്രാപ്രദേശിന് 3 തലസ്ഥാനങ്ങളാണുള്ളത്. അമരാവതി, വിശാഖപട്ടണം, കുർണൂൽ എന്നിവയാണവ. ഭിന്നശേഷിക്കാരെ വിവാഹം ചെയ്യുന്നവർക്ക് 2.5 ലക്ഷം രൂപ പാരിതോഷികമായി നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. ഭിന്നശേഷിക്കാരെ വിവാഹം ചെയ്യുന്നവർക്ക് 2.5 ലക്ഷം രൂപ പാരിതോഷികമായി നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. വൈകല്യമുള്ള വ്യക്തികളും സാധാരണക്കാരും തമ്മിലുള്ള വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതി. കോവിഡ് മഹാമാരി കാരണം മാറ്റിവെച്ച 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആരംഭിക്കുന്നതിന് പുതുക്കി നിശ്ചയിച്ച തീയതി 2021 ജൂലൈ 23. കോവിഡ് മഹാമാരി കാരണം മാറ്റിവെച്ച 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആരംഭിക്കുന്നതിന് പുതുക്കി നിശ്ചയിച്ച തീയതി 2021 ജൂലൈ 23. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സ്കോട്ട്ലാൻഡ് ഫുട്ബോൾ താരവും പരിശീലകനുമായ വ്യക്തി ടോമിൻ ഡൊക്കേർത്തി അല്ലെങ്കിൽ ദ ഡോഗ് എന്നാണ് അറിയപ്പെടുന്നത്. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സ്കോട്ട്ലൻഡ് ഫുട്ബോൾ താരവും പരിശീലകനുമായ വ്യക്തി ടോമി ഡൊക്കേർത്തി.